എല്ലാവർക്കും ജിയ അങ്കമാലിയിലേക്ക് സ്വാഗതം. ഇന്നത്തെ എൻ്റെ വീഡിയോ RCCBനെ കുറിച്ചിട്ടാണ്. നമ്മുടെ വീടുകളിലും ഓഫീസുകളിലൊക്കെ യൂസ് ചെയ്യുന്ന ഈ RCCBയെ ഹൈ വോൾട്ടേജ് വരുമ്പോൾ ട്രിപ്പ് ആകാവുന്ന രീതിയിൽ ഇതിനെ മാറ്റിയെടുക്കാൻ പറ്റും. അത് നമുക്ക് വളരെ സിമ്പിളായിട്ട് ചെയ്തെടുക്കാം, വെറും 10 രൂപയുടെ MOV ഉപയോഗിച്ച്. ഇതിനെക്കുറിച്ചുള്ള ഒരു പ്രാക്ടിക്കൽ വീഡിയോ ഞാൻ നേരത്തെ ചെയ്തിരുന്നു. പക്ഷേ അതിലെങ്ങനെയാണ് ഈ MOV പ്രവർത്തിക്കുന്നത് എന്നുള്ളത് നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തന്നിരുന്നില്ല. ഈ വീഡിയോയിൽ 10 രൂപയുടെ MOV ഉപയോഗിച്ച് RCCBയെ എങ്ങനെ ഹൈ വോൾട്ടേജിൽ നിന്ന് പ്രൊട്ടക്റ്റ് ചെയ്യുന്ന ഡിവൈസ് ആക്കി മാറ്റാൻ പറ്റുമെന്നാണ് ഞാൻ നിങ്ങൾക്ക് ഇന്ന് പറഞ്ഞു തരാൻ പോകുന്നത്. RCCBയെ ഹൈ വോൾട്ടേജിൽ നിന്ന് പ്രൊട്ടക്റ്റ് ചെയ്യുന്ന ഡിവൈസ് ആക്കി മാറ്റാൻ ഡയഗണലായിട്ട് ഒന്നില്ലെങ്കിൽ ഇങ്ങനെ, അതല്ലെങ്കിൽ ഇങ്ങനെ കണക്ട് ചെയ്ത് കൊടുത്താൽ മതി. RCCBയും MOVയും ഈ രീതിയിൽ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇവർ തമ്മിലുള്ള ബന്ധം എങ്ങനെയാകുമെന്നുള്ളത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. അതായത് ഈ RCCBയിൽ ഉപയോഗിക്കുന്ന ഈ ടെസ്റ്റ് ബട്ടൺ അതിനെ പുറത്തേക്ക് എടുത്തു വെക്കുന്നത് പോലെയാണ്. RCCBയിൽ വന്നിരിക്കുന്ന ഈ ടെസ്റ്റ് ബട്ടൺ നമ്മൾ മാനുവലായിട്ട് ഒന്ന് പ്രസ് ചെയ്യണം, എന്നാൽ മാത്രമേ നമുക്ക് ടെസ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷേ MOV ഇതുപോലെ ഡയഗണലായിട്ട് പിടിപ്പിക്കുന്ന സമയത്ത് ഈ MOV ഒരു ഓട്ടോമാറ്റിക് ടെസ്റ്റ് ബട്ടൺ ആയിട്ട് മാറുകയാണ് ഇവിടെ ചെയ്യുന്നത്. ഓട്ടോമാറ്റിക് എന്ന് പറഞ്ഞാൽ ഹൈ വോൾട്ടേജ് വരുമ്പോൾ ടെസ്റ്റ് ബട്ടനെ ഇത് ഇമ്മീഡിയറ്റ് ആയിട്ട് പ്രസ് ചെയ്യുന്നത് പോലെയാണ്. കാരണം MOV കണക്ട് ചെയ്തിരിക്കുന്നത് ടെസ്റ്റ് ബട്ടന്റെ നേരെ പാരലായിട്ടാണ്, ഡയഗണലായിട്ട് പിടിപ്പിക്കുമ്പോൾ. ടെസ്റ്റ് ബട്ടന്റെ കണക്ഷൻ RCCBയുടെ അകത്ത് എങ്ങനെയാണെന്ന് ഒരു ചെറിയ ഡയഗ്രം കാണിച്ച് ഞാൻ വ്യക്തമാക്കി തരാം. ഈ ഡയഗ്രത്തിൽ ടെസ്റ്റ് ബട്ടൺ എങ്ങനെയാണ് ഒരു റെസിസ്റ്റർ ഉപയോഗിച്ച് കണക്ട് ചെയ്തിരിക്കുന്നത്, അതുപോലെ തന്നെയാണ് MOV നമ്മൾ പുറത്ത് കണക്ട് ചെയ്തിരിക്കുന്നത്. ഹൈ വോൾട്ടേജ് വരുന്നത് വരെ ടെസ്റ്റ് ബട്ടണിൽ കുറുകെ കണക്ട് ചെയ്തിരിക്കുന്ന ഈ MOV പ്രവർത്തിക്കാതിരിക്കും. ഹൈ വോൾട്ടേജ് വരുമ്പോൾ MOV ഷോർട്ട് ആകുകയും ഇതിന്റെ പ്രസ് ചെയ്യുന്നതിന് തുല്യമായ എഫക്റ്റ് ഉണ്ടാകുന്നു. അങ്ങനെയാണ് ഹൈ വോൾട്ടേജ് വരുമ്പോൾ RCCB ട്രിപ്പ് ആകുന്നത്, അതായത് MOV ഡയഗണലായിട്ട് പിടിപ്പിക്കുമ്പോൾ. അപ്പോൾ ഇപ്പോൾ നിങ്ങൾക്ക് ഈ കാര്യം മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നിങ്ങൾ ഈ കാണുന്ന റെസിസ്റ്റർ ആണ് ടെസ്റ്റ് ബട്ടണിൽ സീരിയസ് ആയിട്ട് പിടിപ്പിച്ചിരിക്കുന്ന റെസിസ്റ്റർ. MOV ഡയഗണലായിട്ട് കണക്ട് ചെയ്യുന്ന സമയത്ത് RCCB എങ്ങനെയാണ് ഹൈ വോൾട്ടേജിൽ നിന്ന് പ്രൊട്ടക്ഷൻ തരുന്ന ഒരു ഡിവൈസ് ആക്കി മാറുക എന്നുള്ളത് ഇതിനോടകം നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, 7mm MOV ആണ് ഇതിൽ നമ്മൾ ഉപയോഗിക്കേണ്ടത്. അതും 275 വോൾട്ടിന്റെ. 7mmനേക്കാൾ വലിയ MOV ഉപയോഗിച്ചാൽ ഇത് പെട്ടെന്ന് ട്രിപ്പ് ആകണമെന്നില്ല. 7mmന് ചെറിയൊരു കറണ്ട് മതി ഇത് ഷോർട്ട് ആകാനായിട്ട്. ഞാൻ ഈ പറഞ്ഞു തന്ന രീതിയിൽ MOV RCCBയിൽ കണക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഹൈ വോൾട്ടേജിൽ നിന്ന് തീർച്ചയായിട്ടും പ്രൊട്ടക്ഷൻ കിട്ടും. ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ ഒരു ഇലക്ട്രീഷ്യന്റെ സഹായത്തോടു കൂടി മാത്രം ചെയ്യും. മാത്രമല്ല ഇത് DBയിൽ കണക്ട് ചെയ്യുന്നതിന് മുന്നേ ഇത് അനുവദനീയമാണോ എന്നുള്ളത് ഉറപ്പുവരുത്തിയതിനു ശേഷം മാത്രം ചെയ്യുക. MOV ഒരിക്കലും ഇതുപോലെ ഓപ്പൺ ആയിട്ട് പിടിപ്പിക്കാതിരിക്കുക. അതായത് ഏതെങ്കിലും കവറിന്റെയോ അല്ലെങ്കിൽ ഒരു ബോക്സിന്റെ ഉള്ളിലായിട്ട് പിടിപ്പിക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഒരിക്കൽ പ്രൊട്ടക്ഷൻ തന്ന MOVയെ നമുക്ക് വീണ്ടും യൂസ് ചെയ്യാനായിട്ട് പറ്റില്ല. ഇത് വൺ ടൈം യൂസ് ആണ്, അതുകൊണ്ട് നമ്മൾ എപ്പോഴും സ്പെയർ MOV കരുതിയിരിക്കണം. അപ്പോൾ എൻ്റെ ഈ വീഡിയോ എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു, എല്ലാവർക്കും ഇഷ്ടമായി എന്നും വിചാരിക്കുന്നു. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതാണ്. നന്ദി.